നീ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് അറിയുമോ നിനക്ക്? മുത്തശ്ശി, എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നേ? മുത്തശ്ശിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഞാനും മുത്തശ്ശി ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുത്. എനിക്ക് ഒരുപാട് പ്രായമായി. ഇനി എത്ര കാലം ഇങ്ങനെ ജീവിക്കുമെന്നും എനിക്കറിയില്ല. മുത്തശ്ശി, എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? മുത്തശ്ശി എന്തായാലും സെഞ്ചുറി അടിക്കും. ഞാൻ നിങ്ങളെ വിട്ടാലല്ലേ നിങ്ങൾക്ക് പോകാൻ പറ്റും. തൽക്കാലം വിടുന്നില്ല. സന്തോഷമായിട്ടിരിക്കെ. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെയാണ് സത്യം മോനെ. മരിക്കുന്നതിന് മുമ്പ് കാണേണ്ടതെല്ലാം കാണണം എന്നുള്ളൊരു ആഗ്രഹം കൂടി എനിക്കുണ്ട്. അപ്പൊ എന്തോ ഒരു കാര്യം സാധിക്കാനാ വന്നതെന്നർത്ഥം. ശരി, അതെന്താന്ന് പറഞ്ഞേ. മുത്തശ്ശിക്ക് എന്താ വേണ്ടേ? ഇപ്പൊ എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് നിന്റെ കല്യാണമാ. നീ പെട്ടെന്ന് കല്യാണം കഴിക്കടാ. അമ്മ, നീ പേടിക്കരുത്. ഇവന്മാര് നീചന്മാരായിരിക്കും. എന്നാ നീ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല കാര്യം. സമയം നോക്കി ആ വീഡിയോ എങ്ങനെയെങ്കിലും ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നീ ആരെയും പേടിക്കേണ്ട ഒരാവശ്യമില്ല. ചേട്ടാ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഇവനെന്താ ഇങ്ങനെ പെരുമാറുന്നേ? ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ആദ്യം ഈ ഫോൺ എങ്ങനെയെങ്കിലും ഒന്ന് ചാർജ് ചെയ്യണം. 5 മിനിറ്റോ 10 മിനിറ്റോ കുറച്ചെങ്കിലും ഒന്ന് ചാർജ് ആവട്ടെ. ഈ ഫോൺ എന്താ കാറിൽ ചാർജ് ആവാത്തത്? ഇതൊരു ബാഡ് തന്നെയാ. വേറെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ. ആദ്യം ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. കാതിലിടാനൊരു കാൽപ്പവൻ പൊന്നു തരാ. ചേച്ചി, എത്ര രസമായിട്ട് ചേച്ചി പാടുന്നേ. നിനക്ക് വല്ല റിയാലിറ്റി ഷോയിലും പോയിക്കൂടെ? നീ ഒന്നും മിണ്ടാതിരുന്നേ. വെറുതെ എന്നെ കളിയൊക്കൊന്നും വേണ്ട. എനിക്ക് പാടാനൊന്നും അറിയില്ല. രാഗവും താളവും ലയോ ഒന്നും എനിക്കറിയില്ല. ഞാൻ വെറുതെ ഒരു നേരമ്പോക്കിന് വേണ്ടി പാടിയത്, അത്രേ ഉള്ളൂ. ശരി, എനിക്ക് കോച്ചിങ് ക്ലാസ് ഉണ്ട്. ഞാൻ വരാൻ ലേറ്റ് ആവും. അമ്മയോട് പറഞ്ഞേക്ക്. അമ്മ അമ്പലത്തിലേക്ക് പോയിരിക്കും അതിഥി. അയ്യോ, അതുകൊണ്ടല്ലേ ചേച്ചിയോട് ഇത്തിരി മോര് കുടിച്ചിട്ട് പോ. വേണ്ട വേണ്ട, നീ കുടിച്ചോ. ഫേമസ് ആയ ഒരാളുടെ അനിയന്റെ രാസലീലകൾ. കല്യാണത്തിന് മുമ്പേ തന്നെ പെണ്ണിനെ പ്രഗ്നന്റ് ആക്കിയിരിക്കുന്നു. ഇതെന്ത് തരം വാർത്തകളാ?
വന്ന് വന്ന് ഇതിനൊന്നും ഒരു സ്റ്റാൻഡേർഡും ഇല്ല. ആദ്യം ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണം. ആരെ പറ്റിയായിരിക്കും അത്? ഒന്ന് നോക്കിയേക്കാം. കാശുള്ളവരുടെ അധികാരവും അഹങ്കാരവും ഓരോ ദിവസം കൂടുകയാണ്. ബിസിനസ് ഫീൽഡിൽ വലിയ പേരുള്ള വേദാന്ത് മേനോൻ, അദ്ദേഹത്തിന്റെ അനിയൻ വിക്രാന്തിന്റെ ലീലകൾ കാണും. ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വഞ്ചിച്ച് ഗർഭിണിയാക്കി വിവരം പുറത്തറിയാതിരിക്കാൻ ആരും അറിയാതെ നിശ്ചയം നടത്തി ഇപ്പൊ കല്യാണം നടത്താൻ പോവാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതാരും അറിയാൻ പാടില്ല. ഇതൊക്കെ കള്ളുവാ. ആരാ ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ പഠിച്ചുവിടുന്നേ? ഞാനിപ്പോ എന്ത് ചെയ്യും? വിക്കി ചേട്ടന് കോൾ ചെയ്ത് പറയണം. അദ്ദേഹം എന്തെങ്കിലും ചെയ്യും. യെസ്, അതാ ശരി. ബോസ്, കോൺഫറൻസിന് നിങ്ങൾ തന്നെ പോകുന്ന എന്തിനാ? വേറെ ആരെങ്കിലും പറഞ്ഞേൽപ്പിച്ചാ പോരെ? ഇവിടെ തന്നെ എത്രത്തോളം ജോലി ഉണ്ടെന്ന് വെച്ചാ അത് മതിയായിരുന്നു. പക്ഷെ ആ വിക്കീന് ഒരു കാര്യത്തിനും കിട്ടില്ല. സിദ്ധാർത്ഥനാണെങ്കിൽ വേറെ മീറ്റിംഗും ഉണ്ട്. പിന്നെ ശാരിക ഫ്രീ അല്ല. പിന്നെ തന്റെ ആ മാഡം അമ്മൂല്ല, അവളും അവസാനം കൈയൊഴിഞ്ഞില്ലേ. എല്ലാവരും അവരവരുടെ കാര്യം നോക്കുമ്പോ ഞാനെങ്കിലും എന്റെ കമ്പനിയെ നോക്കണ്ടേ? ഫോണ് ചാർജിലിട്ടേക്കുവാ, ഞാൻ പോയി എടുത്തിട്ട് വരാം. എടാ സുമേഷേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന എന്തിനാ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു വാങ്ങാൻ നിനക്കെന്താ നാണമില്ലേ? എന്ത് മനുഷ്യരെ ഇവരൊക്കെ! ചാർജിലിരിക്കുന്ന ഫോൺ മാറ്റിയിട്ട് അതും എന്റെ ചാർജർ യൂസ് ചെയ്ത് വേറെ ഫോൺ കുത്തിയേക്കുന്നു. ഇത്ര വിവരമില്ലാത്ത ആൾക്കാര്. ഇവരൊക്കെ കാരണം ഈ നാട് നന്നാവാത്തെ. ഈ ഫോണിന് ഇത് സ്യൂട്ടാവുന്ന പോലുമില്ല. മാനേഴ്സ് ഇല്ലാത്ത ആൾക്കാര്. എന്ത് ആളുകളാ! ഫോൺ സ്വിച്ച് ഓഫ് ആകാറായിരിക്കുമ്പോഴാ അതുപോലും നോക്കാതെ ഫോൺ ഉരി വെച്ചിട്ട് ചാർജർ എടുത്തോണ്ട് പോയി. ഇതുപോലുള്ളവരൊക്കെ എങ്ങനെ നന്നാവാനാ? ഭാഗ്യം എന്റെ ഫോണെങ്കിലും മോഷ്ടിച്ചോണ്ട് പോയില്ലല്ലോ. ഇവിടെയാണെങ്കിൽ ആരെയും കാണാനും ഇല്ല. അയ്യോ എന്റെ ദൈവമേ, ഇന്നലെ ഇവനും മൈസൂര് പോവാണെന്ന് പറഞ്ഞിരുന്നാണല്ലോ. മൊത്തമുണ്ട്. ഇതിനാ പറയുന്നേ ഒരേ ഒരു മനസ്സാണെന്ന്. ബോസ്, പെട്രോൾ അടിക്കാൻ വന്ന സ്ഥലത്ത് തന്നെ മേഡവും ഉണ്ടല്ലോ. ഒന്ന് പോയി വിളിക്കട്ടെ ഞാൻ. അമൂല്യ മേഡം, അമൂല്യ മേഡം, അമൂല്യ മേഡം, അമൂല്യ മേഡം, സുമേഷ്, സുമേഷ്, അമൂല്യ മേഡം, സുമേഷ, സുമേഷ് മേഡം.
അമൂല്യ മേഡം, സുമേഷ് മേഡം. എടോ സുമേഷേ, താൻ ആരാടോ നോക്കുന്നേ? ബോസ് അങ്ങോട്ട് നോക്ക് ബോസ്, അമൂല്യ മേഡം. അവിടെ സോറി അവിടെ മേഡം. ആരതിജി, എന്തൊക്കെ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സരികേച്ചി, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? വായിൽ തോന്നുന്ന പറയാൻ എനിക്ക് ഭ്രാന്തില്ല. നീ ന്യൂസ് ഒന്നും കണ്ടില്ലേ? നീ എവിടെ നിന്ന് കാണാനോ? കൊട്ടക്കിണറ്റിലെ തവളെ പോലെ കോളേജ്, വീട്, അല്ലാതെ എന്തറിയാനാ നിനക്ക്? എല്ലായിടത്തും ആരതിച്ചിയുടെയും വിക്കിയുടെയും കഥകളാ. എന്ത് തന്നെയായാലും this is too bad, ആരതിച്ചി. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്ത് സംഭവിച്ചു ശാരിക? എന്താ ന്യൂസ്? എന്താ ചേച്ചി എന്തോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ഇത് നോക്ക്. എടോ സുമേഷേ, അത് അമൂല്യല്ലോടോ? അതെ ബോസ്, അത് മേഡമാ. എന്തോ വലിയ പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇവളിപ്പോ കാറ് കയറി ചുറ്റുവാണല്ലോ. ഞാനും അത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കുന്നേ. അല്ല, ഇവളെന്തിനായിരിക്കും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇത്രയും ദൂരം വരാൻ അറിയാമെങ്കിൽ ആ കോൺഫറൻസ് ഒന്ന് അറ്റൻഡ് ചെയ്താ എന്താ? ബ്ലഡി സൈക്കോ വുമൻ. ബോസ്, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എനിക്കെന്തോ പ്രേമരോഗമാണെന്നാ തോന്നുന്നേ. എന്ത് പ്രേമരോഗോ? താനെന്താ ഉദ്ദേശിച്ചേ? എനിക്ക് തോന്നുന്നു മേഡത്തിന് ആരോടോ ലവ് ഉണ്ടെന്ന്. ലവോ? ആരോട്? ആരോടാണെന്ന് എനിക്കറിയില്ല ബോസ്. കാറിലും വേറെ ആരെയും കണ്ടില്ല. എനിക്ക് തോന്നുന്നത് ലവർ വേറെ സ്ഥലത്തായിരിക്കും ഉള്ളതെന്നാ. മേഡം ആരും കാണാതെ മീറ്റ് ചെയ്യാൻ വന്നതായിരിക്കും. ചേച്ചേ, ബ്ലഡി നോൺസെൻസ്. തോന്നിവാസം വിളിച്ചു പറയല്ലേ. അമൂല്യ നല്ല കുട്ടിയാ. അവള് വേറെ ആരെ പ്രേമിക്കാനാടോ? അങ്ങനെ പറഞ്ഞാൽ എന്താണ് ബോസ്? അതെന്താ അമൂല്യ മേഡം ഇനി വേറെ ആരെയും പ്രേമിക്കാൻ സാധ്യതയില്ലേ? അതെങ്ങനെ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും? അത് അങ്ങനെയല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്താ? എനിക്ക് മനസ്സിലായി. മേഡം എങ്ങാനും ലവ് ചെയ്താ പിന്നെ താനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇതിന് വേറെ ആംഗിളിലൊന്നും ചിന്തിക്കണ്ട. ഈ കാര്യത്തിൽ ഇനി വേറെ എന്ത് ആംഗിളാണ് ഉണ്ടാവുക ബോസ്? സംസ്കാരമുള്ള നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന നല്ല പെൺകുട്ടിയായി അമൂല്യ. ഒരു റീസണും ഇല്ലാതെ അവൾ ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരാവശ്യവും ഇല്ല. ചിലപ്പോ ഇതിന് ഒരു ചെറിയ ചാൻസ് ഉണ്ട്. നമ്മളെ കണ്ടിട്ടും കാണാത്ത രീതിയിൽ പോകേണ്ട കാര്യം എന്താ? ഞാനും അതിനെയാടോ ആലോചിക്കുന്നേ. ആ കഴുത ഒരക്ഷരം മിണ്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ കാണും. ഇതുകൊണ്ടാണ് ബോസ് നിങ്ങളൊരു ബോസ് ആയത്. അതെന്താന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾക്കത് അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ. ഇത് കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയാം. എനിക്കിപ്പോ അത് കണ്ടെത്താൻ സമയമില്ല. ഞാൻ മീറ്റിങ്ങിന് പോവാ. ഇനി ആ കാറിനെ ഫോളോ ചെയ്യേണ്ടത് താനാ. ഞാനോ? അല്ല, എന്റെ പി ആയിട്ട് ഞാൻ വേറെ ആരെങ്കിലും. ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. മെസ്സേജ് കിട്ടി, ഞാൻ ഫോർവേഡ് ചെയ്തോളാം. യെസ്, ഐ ആം റെഡി സാർ. ഞാൻ എന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഇതെല്ലാം ആരാ ചെയ്തത്? എനിക്ക് മിക്കിക്കിടയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. ഇതെല്ലാം കള്ളമാണ് ശാരിക. ശരിയായിരിക്കും, അതിലെ ഞാൻ വിശ്വസിക്കുന്നു. അത് മീഡിയ വിശ്വസിക്കൂ. അതിന്റെ ഒപ്പം ഈ ഫോട്ടോസും ഉണ്ട്.
ഒപ്പം എല്ലായിടത്തും വേദാന്ത മേനോന്റെ പേരും കൂടിയുണ്ട്. അവന്റെ റെപ്യൂട്ടേഷൻ എന്താവോന്ന് ആലോചിച്ചോ? അത് വിട്. അപ്പൊ മുതിർന്ന ഒരാളാണ്, അവൻ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യും. ഇതൊക്കെ കുഞ്ഞമ്മ എങ്ങനെ സഹിക്കും? ശാരികേച്ചി, ഈ ആവശ്യമില്ലാത്ത ടെൻഷൻ തരാതിരിക്കാവോ? എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? ഈ കാര്യം പബ്ലിക് ആയത് കള്ളമാണോ? ഇതൊക്കെ കള്ളമാണ്. ശരി, ഇത് കള്ളമാണെങ്കിൽ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? പറഞ്ഞാലും ആരിത് വിശ്വസിക്കും? ആദ്യം വരുന്ന വാർത്തയായിരിക്കും എല്ലാവരും പറയാൻ പോകുന്നത്. മാനം തന്നെ പോയില്ലേ, ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? അപ്പോ നീ ഇവിടേക്ക് വന്നത് പേടിപ്പിക്കാൻ വേണ്ടിയാണോ? ഒന്ന് മിണ്ടാതിരിക്കാ ദിതി. അവള് നിന്നെക്കാളും വയസ്സിന് മൂത്തതാണെന്ന് മറക്കരുത്. അയ്യോ, അത് വിട് ചേച്ചി. ഓൾറെഡി ടെൻഷനിലാ ഉള്ളത്. അപ്പൊ ഇവള് പറയുന്ന കാര്യം കേൾക്കാൻ നോക്കതിഥി. നിനക്ക് എന്നോട് ഒരുപാട് ദേഷ്യം ഉണ്ടാവും. പക്ഷെ ഈ വാർത്ത കേട്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് ടെൻഷനായി. എന്താ ചെയ്യേണ്ടതെന്ന് എന്നെ മനസ്സിലാവുന്നില്ല. അതിനു വേണ്ടിട്ടാ എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് ശാരിക? എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. ഇതൊന്നും സത്യമല്ല. പക്ഷെ ആ ഫോട്ടോയിലുള്ള നീ തന്നെയല്ലേ? അത് സത്യമല്ലേ? ഇപ്പൊ പേടിച്ചിട്ട് എന്ത് കാര്യം? അതിനെക്കുറിച്ചെല്ലാം അന്നേ ചിന്തിക്കേണ്ടതായിരുന്നു. പാർട്ടിക്കിടയിൽ ഒരു റൂമില് അന്ന് വിക്കിയുടെ ഒപ്പം നീ ചെയ്തത് തെറ്റാണ് ആരതി. ചേട്ടൻ നമ്മളെന്താ ഇവിടെ? ഇത് ഏത് സ്ഥലാണ്? എല്ലാരെയും കണ്ടിട്ട് പൊളിറ്റീഷ്യന്മാരെ പോലെ ഉണ്ടല്ലോ. കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. നീയോ? ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നേ? നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാനല്ലേ അമൂല്യ മേഡം? എന്തായാലും നീ വന്നല്ലോ, എനിക്കത് മതി. ഇനി നീ വരാതിരിക്കുമെന്ന് ഞാൻ കരുതി. അതെ, പേടിക്കണ്ട, ഫീൽ ഫ്രീ. ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റാ. വാ, കേറുവാ, അകത്തേക്ക് പോ. നോക്ക്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ആരെയും കൂട്ടാതെ ഇങ്ങോട്ട് വന്നത്. ആദ്യം ചേച്ചിയുടെ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യാമോ? അതെ, നീ ഒരുപാട് തിരക്ക് കൂട്ടുകയാണല്ലോ. നിനക്കിവിടെ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്യാം. വീണ്ടും ടെൻഷനോ? ഡോണ്ട് വറി, നീ ഇപ്പൊ ഫംഗ്ഷന് വന്നതേ ഉള്ളൂ. ഫീൽ ഫ്രീ. എന്നിട്ട് പാർട്ടിക്ക് റെഡിയാകും. നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്കാണെങ്കിൽ ഒട്ടും തിരക്കില്ല. തിരിച്ചു പറഞ്ഞയക്കേണ്ടത് ഞാനായതുകൊണ്ട് നിനക്കും തിരക്ക് കാണില്ല. ഹലോ സർ. ഹലോ. കോൺഫറൻസിന് കമ്പനി ഓണറായിട്ട് നിങ്ങൾ തന്നെ വരുന്ന കരുതിയില്ല. വി ആർ പ്രിവിലേജ് സർ. ഇറ്റ്സ് മൈ പ്രിവിലേജ്. ഞാൻ വേറെ ആളെ വിടാന്ന് വിചാരിച്ചേ, പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ ഒരു ചേഞ്ച് ഉണ്ടായി. മാത്രമല്ല, ഇവിടെ എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നേ. ഒരുപാട് സന്തോഷമായി സാർ. സാറ് വരൂ, എല്ലാവരും അകത്തുണ്ട്. ഷുവർ. ഞാൻ ഈ കോളൊന്ന് എടുത്തോട്ടെ? ഓക്കെ സാർ. എന്താടോ? ബോസ്, ഇവിടെ അമൂല്യ മേഡത്തിന്റെ കാറാണെന്ന് തോന്നുന്നു. ഒന്ന് കണ്ണടച്ച് ഓർക്കും മുമ്പ് കാണുന്നില്ല ബോസ്. താനെന്താ തമാശ പറയണോ? എനിക്ക് വേറെ ഒന്നും ഇപ്പൊ കേക്കണ്ട. അവിടെ എങ്ങോട്ടാ പോയെന്ന് കണ്ടുപിടിച്ചിരിക്കണം. ബോസ്, അതൊന്നും വേണ്ടെന്നാ തോന്നുന്നേ. വേണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ നീ ആരാ? ഇറ്റ്സ് മൈ ഓർഡർ.
അയ്യോ അങ്ങനെയല്ല ബോസ്, മേഡം ആണെങ്കിൽ പേഴ്സണൽ കാര്യമാണെന്നാ പറഞ്ഞു. അത് മാത്രമല്ല, എന്നെ കണ്ട ഉടനെ മുഖവും പൊത്തിക്കൊണ്ട് കാറിൽ കയറി പോയി. അപ്പൊ പിന്നെ മറ്റൊരാളുടെ കാര്യത്തിൽ എന്തിനാ ഞാൻ വെറുതെ. സുമേഷേ, ബോസ് നിങ്ങൾ വഴക്ക് പറയുന്ന പറഞ്ഞ് ഞാൻ അവരുടെ പുറകെ പോയാ അവരെന്നെ വഴക്ക് പറയും ബോസ്. ബോസ് പറയുന്ന പോലൊന്നും അല്ല, വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. അവര് പറയുന്നത് ബോസ് പോലും താങ്ങില്ല. അപ്പൊ പിന്നെ ഇത് ഞാൻ എങ്ങനെ താങ്ങാനാ? will you just shut up? പോവാൻ പറഞ്ഞാ പോയിരിക്കണം, അത്രേ ഉള്ളൂ. അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, താനൊന്നും പേഴ്സണലായി എടുക്കണ്ട. നമുക്കിപ്പോ ഇമ്പോർട്ടന്റ് അവളുടെ സേഫ്റ്റിയാ, അത് മനസ്സിൽ വെക്കേ. പെണ്ണുങ്ങളെന്ന് പറഞ്ഞ് ഇഷ്ടമല്ല എന്നും പറയുന്നു, എന്നിട്ട് ഈ പെണ്ണിനോട് മാത്രം എന്തിനാ ഇത്ര സ്നേഹം കാണിക്കുന്നത്? തോൻ അവിടെ ഉണ്ടോ അതോ ചത്തുപോയോ? ഇല്ലില്ല, എനിക്കിപ്പോ ജീവനുണ്ട് ബോസ്. എന്നാ ഈ ജീവൻ നാളെ സൂര്യൻ ഉദിക്കുന്നവരെ ഇങ്ങനെ തന്നെ ഉണ്ടാവൂന്ന് എനിക്കൊരു ഉറപ്പുമില്ല. സുമേഷേ, ഇനി താനോ കഴുതേ പോലെ ഓവർ ആക്ടിങ് ചെയ്ത തന്റെ 1 വർഷത്തെ സാലറി ഞാൻ കട്ട് ചെയ്ത് കളയും. അയ്യോ ബോസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. വേണമെങ്കിൽ സാർ എന്റെ 1 മാസത്തെ ശമ്പളം മൊത്തം എടുത്തു. എന്നാലും 1 വർഷത്തെ കഥ മാത്രം എന്നോട് പറയരുത്. എങ്കിൽ ഞാൻ പറഞ്ഞു കേക്ക്. ജസ്റ്റ് ഡു വാട്ട് ഐ സേ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ വെറുതെ വിടില്ല. മനസ്സിലായി ബോസ്, ഞാൻ നോക്കിക്കോളാം. ഇനി എന്റെ ജീവൻ പോയാലും ഞാൻ ബോസ് പറയുന്നത് അങ്ങനെ ചെയ്തോളാം. എന്റെ പൊന്നു സുമേഷേ, ഒരു വലിയ കമ്പനിയിൽ ജോലി കയറിയ ലക്ഷ്മി വീട്ടിലേക്ക് വരുമെന്ന് കരുതിയ ഇതുപോലൊരു കമ്പനിയിൽ കയറിയ. എന്നാ ഈ കമ്പനിയിൽ കയറിയപ്പോ എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ ഏത് കമ്പനിയിൽ കയറിയാലും ബോസിന്റെ ലവിന് പാല് വിടാൻ പാടില്ല. ടെൻഷനിൽ മൊബൈൽ ചാർജ് ആയോ ഇല്ലയോ എന്ന് പോലും ഞാൻ നോക്കിയില്ല. ചാർജറും കൊണ്ടുവന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? വേദാന്താണെങ്കിൽ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഇങ്ങോട്ടേക്ക് അവനെ വിളിക്കാൻ പറ്റില്ല. അവൻ ഇങ്ങോട്ട് വന്ന് ഈ കാര്യമൊക്കെ അറിഞ്ഞാ ആരെയും വെറുതെ വിടില്ല. ഇവനെ ഇന്നൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. എന്നാ വേദാന്ത ദേഷ്യത്തിൽ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ ആ ഗ്യാപ്പിൽ അയാൾ ചേച്ചിയുടെ വീഡിയോ എങ്ങാനും അപ്ലോഡ് ചെയ്താലോ? എന്റെ ദൈവമേ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം വീഡിയോ എങ്ങാനും ഇന്റർനെറ്റിൽ വന്നതല്ലേ, പിന്നീട് ഒരിക്കലും ചേച്ചിക്ക് ഉണ്ടാവുന്ന നാണക്കേട് മാറില്ല. എന്തായാലും കല്യാണത്തിന് വന്നതല്ലേ, വേഗം അറ്റൻഡ് ചെയ്തിട്ട് പോവാം. ഞാൻ നിങ്ങളെ മേക്കപ്പ് ചെയ്യിക്കാൻ വേണ്ടി വന്നതാ. ഇതാ നിങ്ങളുടെ ഡ്രസ്, ഇട്ടോളൂ. നിങ്ങൾ എനിക്കെന്തിനാ മേക്കപ്പ് ചെയ്യുന്നേ? അല്ല, കല്യാണത്തിന് വേണ്ടി ആരെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുവോ? എന്റെ കയ്യിൽ വേറെ ഡ്രസ്സുണ്ട്. സാറ് നിങ്ങളോട് ഈ ഡ്രസ് ഇടാനാ പറഞ്ഞത്. നിങ്ങൾ എന്തീ പറയുന്നേ? ഞാൻ ഇങ്ങോട്ട് വന്നത് കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രല്ലേ. ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സ് ഞാൻ ഇട്ടോളാം. നിങ്ങളുടെ സാറ് തന്ന ഡ്രസ്സൊന്നും എനിക്ക് വേണ്ട. വന്നപ്പോ തൊട്ട് കല്യാണം കല്യാണം എന്ന് പറയാൻ തുടങ്ങിയാണല്ലോ. ഇവിടെ ഒരു കല്യാണം നടക്കുന്നില്ല. പൊളിറ്റീഷ്യൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതവരുടെ ഗെറ്റ് ടുഗദറാണ്. കല്യാണവും ഇല്ല, ഒന്നുമില്ല. നിങ്ങളിവിടെ വന്നത് എല്ലാവരുടെ മുന്നിലും ഡാൻസ് കളിക്കാനല്ലേ? നിങ്ങൾ ഡാൻസർ അല്ലേ? അപ്പൊ ഇവിടെ നടക്കുന്നത് കല്യാണം അല്ലേ? വന്ന നേരം മുതൽ ചോദിക്കുന്ന ഇത് തന്നെയാണല്ലോ. ഇവിടെ ഒരു കല്യാണവും നടക്കുന്നില്ല. നിങ്ങൾ വേഗം ഡ്രസ് മാറ്, എനിക്ക് മേക്കപ്പ് ചെയ്തിട്ട് പോണം. ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ സാറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് വഴക്ക് കിട്ടും. അമൂല്യ, സ്നേഹ, നീ പൊക്കോ. എല്ലാവരും എന്നെ അടുത്ത ജനപ്രതിനിധി എന്ന് വിളിക്കും. എന്നിട്ട് നിന്നെ പോലൊരു സുന്ദരി ഇങ്ങനെയൊക്കെ വിളിക്കാവോ? നോക്ക്, നിന്റെ നാത്തുവിന്റെ വീഡിയോ എന്റെ കയ്യിലല്ലാതെ വേറെ ആരുടെയും കയ്യിലില്ല. നീ റെഡിയായി എല്ലാവരുടെയും മുന്നിൽ വന്നാ നിന്റെ മുന്നിൽ വെച്ച് ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ നീ വന്നാ നീയാണേ ഞാനാണ് സത്യം.